Welcome to Garam Masala, the magic spices of cooking. ചേമ്പ് തീയൽ. ഇന്ന് നമുക്ക് സ്വാദിഷ്ടമായ ചേമ്പ് തീയൽ തയ്യാറാക്കിയെടുക്കാം. ഇത് റൈസിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇതിനുവേണ്ടി ആദ്യം നമുക്ക് തേങ്ങ വറുത്തെടുക്കണം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയെടുക്കാം. ഇതിലോട്ട് 1.5 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കാം. ഈ തേങ്ങ ലൈറ്റ് ബ്രൗൺ നിറമായി വരണം. അതുവരെ നമുക്കിതിനെ വറുത്തെടുക്കാം. നമ്മുടെ തേങ്ങ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇവ ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ ഒന്നുകൂടെ വറുത്തെടുക്കാം. 3 മുതൽ 5 മിനിറ്റ് വരെ വറുത്തെടുത്താൽ മതി. ഇത് കരിഞ്ഞു പോകരുത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. തണുത്തതിന് ശേഷം ഒരൽപ്പം വെള്ളം ചേർത്ത് നമുക്കിതിനെ നല്ല മയത്തിൽ അരച്ചെടുക്കണം. ഇനി നമുക്ക് ചേമ്പാണ് എടുക്കേണ്ടത്. 2 കപ്പ് ചേമ്പാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നമുക്കിതിനെ ഒരു പാനിലോട്ട് എടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലോട്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇതിനെ നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇങ്ങനെ വേവിച്ച് വെച്ചിട്ടുള്ള ചേമ്പാണിത്. ഇനി നമുക്ക് കറി തയ്യാറാക്കാം. ഇതിനുവേണ്ടി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയെടുക്കാം. ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. 2 മീഡിയം സൈസ് സവാള കൂടെ ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സവാളയൊന്ന് സോഫ്റ്റായി വരണം. നമുക്കിതിലോട്ട് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. ചെറുതാക്കി മുറിച്ച് വെച്ചിട്ടുള്ള തക്കാളിയാണിത്. ഇതിനെ കൂടെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. 2 പച്ചമുളക് കൂടെ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിനെ നമുക്ക് നന്നായൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചേമ്പ് ചേർത്ത് കൊടുക്കണം. ഇതിനെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിതിനെ നന്നായൊന്ന് ഇളക്കിയതിന് ശേഷം തിളപ്പിച്ചെടുക്കണം. നമ്മുടെ കറി തിളച്ച് വരുന്നുണ്ട്. അടുത്തതായി ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ കറിയുമായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിനെ നന്നായൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്നുകൂടെ ഇളക്കിയെടുക്കാം. ഇനി ഇതിനെ നമുക്ക് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്തതായി നമുക്ക് വറവ് തയ്യാറാക്കാം. ഇതിനുവേണ്ടി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയെടുക്കാം. ചൂടായ എണ്ണയിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കണം. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലോട്ട് നമുക്ക് 2 വറ്റൽ മുളക്, കുറച്ച് കറിവേപ്പില ഇവ ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ നന്നായൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിനെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചേമ്പ് തീയലിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ അടച്ചു വയ്ക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചേമ്പ് തീയൽ തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ ചൂട് ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യാം. താങ്ക് യു.